പാലക്കാട് ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ കുഞ്ഞുമായി ചികിത്സ തേടിയെത്തിയ യുവതിക്ക് പാമ്പ് കടിയേറ്റതായി ബന്ധുക്കൾ. പുതുനഗരം അടിച്ചിറ സ്വദേശി ഗായത്രിക്കാണ് പാമ്പ് കടിയേറ്റത്. യുവതിയെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ ആശുപത്രിയിലെ പ്രാഥമിക പരിശോധനയിൽ ശരീരത്തിൽ കടിയേറ്റ പാടുകൾ ഇല്ല എന്നാണ് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിക്കുന്നത്. ഇന്നലെയാണ് പാലക്കാട് അടിച്ചിറ സ്വദേശി ഗായത്രി തന്റെ 10 മാസം പ്രായമുള്ള കുഞ്ഞുമായി ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. പരിശോധനയിൽ കുട്ടിക്ക് ഡെങ്കിപ്പനിയാണെന്ന് സ്ഥിരീകരിച്ചതോടെ സ്ത്രീകളുടെ വാർഡിൽ അഡ്മിറ്റ് ചെയ്തു. കുട്ടി ഇന്ന് രാവിലെ വാർഡിൽ മൂത്രമൊഴിച്ചതിനെ തുടർന്ന് അത് വൃത്തിയാക്കാനായി വാർഡിനോട് ചേർന്ന വരാന്തയിൽ നിന്നും ചൂലെടുത്തപ്പോഴാണ് യുവതിക്ക് പാമ്പ് കടിയേറ്റത്. ഇതോടെ ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്നും പ്രാഥമിക പരിചരണം നൽകുകയും യുവതിയെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. യൂറിൻ താഴെ പോയി അത് അടിച്ചുവിടാനായിട്ട് ചൂലെടുത്തപ്പോൾ ചൂലിൻ്റെ അടിയിൽ പാമ്പ് കിടക്കുന്നു. അത് കടിച്ചപാട് പിന്നെ അവിടെ അവർ എത്രയും വേഗം പാലക്കാട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞപ്പോൾ ആംബുലൻസിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇപ്പോൾ 24 hours ഒബ്സർവേഷനിലാണ് ആൾ. താലൂക്ക് ആശുപത്രിയിൽ ഈ എലിയും അതുപോലെ തന്നെ പലതരത്തിലുള്ള ഏഴജന്തുക്കളും ഒക്കെ നിരന്തരം വന്ന് അവിടെ ഉള്ളതാണ്. അതവിടെ ഒരു വൃത്തിഹീനമായിട്ടുള്ള അന്തരീക്ഷത്തിലാണ് ആ ആശുപത്രി ഉള്ളത്. ഇത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പെരിച്ചാഴിയും മറ്റുമൊക്കെ ആയിട്ട് അവിടെയുള്ള അമ്മമാർ ഈ തരത്തിലുള്ള പരാതികളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ മന്ത്രിയായിട്ടുള്ള കൃഷ്ണൻകുട്ടിയേട്ടൻ്റെ നിയോജകമണ്ഡലത്തിൽപ്പെട്ടിട്ടുള്ള ഈ ഒരു ആശുപത്രി ഇത്തരത്തിലുള്ള അനാസ്ഥകൾ നടക്കുന്നത് തീർത്തും ഒരു ജനങ്ങളോടുള്ളൊരു വെല്ലുവിളിയെ ആരോഗ്യ മേഖല പൂർണ്ണമായും താർന്നിട്ടുള്ളൊരു അന്തരീക്ഷത്തിലാണ് കാണുന്നത്. ഇപ്പോൾ വലിയൊരാൾക്ക് കടിച്ചു കാരണം അവരെ പാമ്പ് കണ്ടു പറഞ്ഞു. ഇതേ സമയം ചെറിയ കുട്ടിക്ക് കടിച്ചതാണെങ്കിൽ അവരെ കൊണ്ടെന്നേ പറയാൻ പറ്റൂ. ഇതെന്തെങ്കിലും ആയ ശേഷമായിരിക്കും നമ്മളിത് അറിയുന്നത്. യുവതിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും പ്രാഥമിക പരിശോധനയിൽ പാമ്പ് കടിയേറ്റതിന്റെ പാടുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും ആരോഗ്യവകുപ്പ് ഡയറക്ടർ പറഞ്ഞു. മന്ത്രി കൃഷ്ണൻകുട്ടി ഉൾപ്പെടെ ആശുപത്രി സന്ദർശിച്ചു. എന്നാൽ വീടുകളിലാണെങ്കിലും പാമ്പ് കയറില്ലേ എന്ന് വിഷയത്തെ മന്ത്രി നിസാരവൽക്കരിച്ചു. നമുക്കത് വൃത്തിയാക്കാനുള്ള ഒരു ഏർപ്പാട് ചെയ്യാം. ഇപ്പോൾ ഈ മഴക്കാലത്ത് പാമ്പ് നമ്മുടെ ഒക്കെ വീടുകളിൽ വന്ന് കയറുമല്ലോ. മഴയത്ത് ചൂടുള്ള സ്ഥലം അവിടെ ഉണ്ട്. ഇപ്പോൾ ചൂലിലുള്ള വന്നത് അതൊരു സ്വാഭാവികമായ ഒരു ഇതാണ്. അത് പക്ഷേ വൃത്തിയാക്കാനുള്ളതുണ്ട്. അത് വൃത്തിയാക്കാനുള്ള ഏർപ്പാട് ചെയ്യാം. ഉണ്ടായി എന്ന് പറഞ്ഞാൽ സാമ്പത്തികം ഒക്കെ ഉണ്ടല്ലോ. ഇതിലൊക്കെ ഉണ്ടാവില്ല, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് വൃത്തിയാക്കാനുള്ള ഒരു ഏർപ്പാട് ചെയ്യാം. മുനിസിപ്പാലിറ്റിയും ഇവിടുത്തെ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി ഉണ്ടല്ലോ, ആ കമ്മിറ്റി അത് ചെയ്യും. ആശുപത്രിയുടെ ഉള്ളിലല്ല, പുറത്തല്ലേ കണ്ടത്. തന്നെയാണ്, അല്ലാന്നൊന്നും പറയുന്നില്ല. നമുക്ക് നമ്മുടെ വീട്ടുകളിൽ ഉണ്ടാവില്ലേ. സംഭവത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ആശുപത്രി സൂപ്രണ്ടിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ജനം, പാലക്കാട്.